യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. 128 സങ്കീർത്തനം 1 വാക്യം വായിച്ചു. 128 സങ്കീർത്തനം മുഴുവനുമായിട്ട് നമ്മൾ ധ്യാനിക്കാം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തേകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും? മുന്തിരിവള്ളിയെ പോലെ പടരുന്ന ഒരനുഭവം, പടർന്ന് വലിയ ഒരു പകർച്ച, ഒലിവ് തേകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. യഹോവ എവിടെ നിന്ന് അനുഗ്രഹിക്കുന്നത്? സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. യെരൂശലേമിനെ കാണും. യെരൂശലേമിൻ്റെ നന്മ പറഞ്ഞ് കനാൻ ദേശം നാം കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറയുന്നു. ഈ ദാവീദിൻ്റെ ആരോഹണ ഗീതമാണിത്. യഹോവയെ ഇതിന് പാട്ടുണ്ട്. 128 സങ്കീർത്തനം വെച്ചൊരു പാട്ടുണ്ടെന്ന് തോന്നി, അങ്ങനെ കേട്ടിട്ടുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. യഹോവ സിയോനിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. യഹോവ മകനെ പുരുഷൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും? നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഒലിവ് തൈ പോലെ ഇരിക്കും. പടരുന്ന അനുഭവങ്ങൾ, നല്ല ഒരു പ്രോസ്പെറസ് ലൈഫ്, പ്രോസ്പെരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പ്രോസ്പെറസ് ലൈഫ് നമ്മൾ ജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഈ രാത്രികാലം ആഗ്രഹിക്കുന്നു. നമ്മൾ നശിച്ച് ഇല്ലാതെ പോകണമെന്ന് യേശു ആഗ്രഹിക്കുന്നില്ല, യേശുപ്പച്ചൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നല്ലതായി സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് യേശുപ്പച്ചൻ്റെ ആഗ്രഹം. എന്നാൽ അത് തടസ്സം ചെയ്യുന്ന പിശാചാണ്. ആ പിശാചിനെ ഓടിക്കണമെങ്കിൽ ദിവസം രാത്രി നമ്മൾ വായിക്കണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, കൂട്ടായ്മ കൂടണം. വീട്ടിലെ കൂട്ടായ്മ കൂടി പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നാം ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ പടർന്ന് വളരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവശങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം മാറിപ്പോകുന്ന ഒരു ദിനം വരും. അന്നേരം നാം കനാൻ ദേശം, ഇസ്രായേലിൻ്റെ നന്മയെ, നമ്മൾ യെരൂശലേമിൻ്റെ നന്മയെ കാണും. യെരൂശലേമിൻ്റെ നന്മയെ നാം കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ നന്മയെ നാം കാണണം. കനാൻ ദേശത്ത് പോകുന്നത്, നമ്മൾ കനാൻ ദേശത്ത് പോകുന്നതിനായി നോളജ് ലക്ഷ്യം വെച്ചേക്കണം. നമ്മൾ മക്കളുടെ മക്കളെ കാണും. സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. യഹോവ സിയോനിൽ നിന്ന് യേശുപ്പച്ചൻ സിയോനിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്.